ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് ഞങ്ങളുടെ കമ്പനി ടൂറാണ്, ഫാമിലി ടൂറാണ് കമ്പനി. അപ്പോൾ ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാവരും, സ്റ്റാഫ്, ഫാമിലി എല്ലാവരുമായിട്ട് മൂന്നാർ ആൻഡ് വട്ടവട ആണ് പ്ലാൻ. ഇതാണ് നമ്മുടെ ജോസഫ്, ഞങ്ങളുടെ ടൂർ ലീഡർ. എല്ലാവരും നല്ല ഉഷാറായിട്ടാണ്. ബാക്ക് ബെഞ്ച് യുവാക്കൾ കൂടി ഉണ്ട്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് ചീയപ്പാറ എത്തി. ജോസഫ് ഉഷാറാണ്, ആദ്യം ഇറങ്ങി ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും, ഈ ബാച്ച് മുഴുവൻ നമ്മുടെ ആൾക്കാരാണ്. അവിടെ റംബുട്ടാൻ ഉണ്ട്, റംബുട്ടാൻ സീസണാണല്ലോ, എല്ലായിടത്തും ഉണ്ട്. മൂന്നാറും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചീയപ്പാറ ഇപ്പോൾ മൂന്നാർ പോകുന്ന വഴി നമ്മുടെ ഒരു മെയിൻ ഒരു ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും ഇറങ്ങി ഒരു ഫോട്ടോ എടുത്ത് എല്ലാവരും തന്നെ ഇവിടെ വണ്ടി നിർത്തി പോകുന്നൊരു സ്ഥലമാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ്. നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ജൂൺ ജൂലൈ ടൈമാണ്. പക്ഷേ ഈ ടൈമിൽ ശരിക്കും ഫുൾ സ്വിങ്ങിൽ വെള്ളം ആയിട്ടില്ല. മഴ കുറച്ച് കുറവാണ് ഈ കൊല്ലം, പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര വെള്ളമില്ല. എന്നിരുന്നാലും ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ട് എല്ലാവരോടും നിർത്തുന്നത്. കണ്ട ധാരാളം ആൾക്കാരോട് നിർത്തിയിട്ടുണ്ട്, ഫാമിലീസ്. അത് ഞങ്ങൾ നെക്സ്റ്റ് ഒരു പോയിന്റിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അവിടെ ഒരു സൈഡ് സീയിങ്ങിനായി നിർത്തി. ചിലരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. മൂന്നാർ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 10 കിലോമീറ്റർ, 10 or 15 കിലോമീറ്റർ നമ്മൾ മൂന്നാർ എത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഒരു വശ്യ ഭംഗി, അതൊരു എന്താ പറയുക, ലോകപ്രസിദ്ധമാണെന്ന് തന്നെ പറയാം. ഞങ്ങൾ ആദ്യം തന്നെ വന്നത് ബൊട്ടാനിക്കൽ ഗാർഡനാണ്, ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ. സത്യം പറഞ്ഞാൽ കുറേ വട്ടം നമ്മൾ മൂന്നാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാമിലി ആയിട്ടും സോളോ ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ഈ ഗാർഡൻ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ ഗാർഡനുകളിൽ പോയിട്ടുണ്ട്. മൂന്നാർ ഇങ്ങനെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് എന്നുള്ളതും ഒക്കെ ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് പുതുമകൾ വേണ്ടേ. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ. ആന്തൂറിയം, അതുപോലെ പല വിധത്തിലുള്ള ഗാർഡൻസ്, വീട്ടിൽ സെറ്റ് ചെയ്യാവുന്ന ചെടികൾ, പ്ലാന്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് എൻട്രി ഫീസ് ഉണ്ട്, 60 രൂപയോ 50 രൂപയാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഗാർഡൻ, അതുപോലെ തന്നെ പാർക്ക് പോലെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുറച്ച് ഏരിയയും ഉണ്ട് നടന്ന് കാണാൻ. വൃത്തിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡൻ. ഞങ്ങളുടെ ടീമാണ് കേട്ടോ, ഫുൾ ടീം. ഓരോ സ്റ്റാഫുകളും അവരുടെ ഫാമിലീസും, സ്റ്റാഫുകളുണ്ട്, ഫാമിലി, കുട്ടികൾ, എല്ലാവരും തന്നെ. നമ്മളിങ്ങനെയുള്ള ടൂറുകളാണ് നമുക്കൊരു, ഇത് ഞങ്ങളുടെ ഒരു ഡയറക്ടറാണ് അബിസാറ്, പിന്നെ ഗോവിന്ദരാജ് ആൻഡ് ഫാമിലി, ലത മാഡം, അതുപോലെ കൺവീനർ ജോസഫ്, അജ്മൽ, ഞങ്ങളുടെ MD ആണ് കേട്ടോ, ചെറിയാൻ സാറാണ് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ. അതുപോലെ ബാക്കി സ്റ്റാഫുകൾ എല്ലാവരും. ഇനിയുണ്ട് ചിലർ, അത് വിനോദ്, വിപിൻ, മിസ്റ്റർ പ്രണകിൽ, നിതിൻ, അങ്ങനെ എല്ലാവരും തന്നെ വളരെ
ആനന്ദപരമായിട്ട് നമ്മളിപ്പോൾ ടൂർ വരുന്നത് അടിച്ചു പൊളിക്കാനാണല്ലോ. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറാൻ ചാർജ് ഉണ്ട്. ഞങ്ങളിവിടെ നിന്ന് നോക്കിയുള്ളൂ. ചിലരൊക്കെ മേലെ പോകുന്നുണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ എല്ലായിടത്തും ഒരു വെറൈറ്റി ആണല്ലോ, അതുകൊണ്ട് നടക്കുന്നതും. അതിലെന്തൊരു ഫീസുണ്ട്, നല്ല കുറച്ച് ഫീസുണ്ട് അതിൻ്റെ മേലെ കയറാൻ. അവിടെ ഒരു ആന മലയണ്ണാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേരും ആനയ്ക്കൊപ്പം നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. വീൻ മൂന്നാർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ പോസിങ്ങിന് പറ്റിയൊരു സ്ഥലമുണ്ട് അവിടെ, ഒരു ഗാലറി പോലെ. എന്തായാലും ഒരു ഈവനിങ് ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഗാർഡനാണ് കേട്ടോ. ലൈറ്റും കൂടി കത്തി കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം ഒരു 4 മണി സമയമാണ്. അത് എനിക്ക് തോന്നണ ഒരു 5 മണി 4 മണി 5 മണി 5:30 ഒക്കെ ആയി കഴിഞ്ഞാൽ ലൈറ്റുകൾ കത്തി തുടങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലോഡ്ജിൽ വന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് ടീ, മൂന്നാറിലെ ചായത്തോട്ടങ്ങളെ നോക്കിയിരുന്നു കൊണ്ടുള്ള ഒരു ചായ കുടി, അതൊരു ആസ്വാദികരം തന്നെ. നല്ലൊരു ഹോട്ടലായിരുന്നു, നല്ല റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ അവിടെ എൻജോയ് ചെയ്തു. തലേദിവസം ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബി, വരാന്ത ഒക്കെ. വൈഫ്, കുട്ടികളും ഞാനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാലത്ത് തന്നെ ഞങ്ങൾ വട്ടവട ലക്ഷ്യമാക്കി ഇറങ്ങി. എന്താ വെച്ചാൽ ഏർലി മോർണിംഗ് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരത്തെ തന്നെ പോന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവേ. നല്ല തിരക്കുള്ള വഴിയാണ് ഈ വട്ടവട മൂന്നാർ. തീർച്ചയായിട്ടും നമുക്ക് അത്ര അങ്ങോട്ട് ബ്ലോക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഏർലി ഇറങ്ങിയത് കൊണ്ട് തന്നെ. ഇത് നമ്മൾ പോകുന്ന വഴി ഒരു ഫാം വിസിറ്റാണ്, ഒരു ടീ ഫാക്ടറിയാണ്. നമ്മുടെ റിപ്പിൾ ടീക്കാരുടെ ഒരു ഫാക്ടറി. നമുക്ക് അവിടുന്ന് ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് ചായപ്പൊടി, യൂക്കാലി, പല വിധത്തിലുള്ള ഗ്രീൻ ടീ, എന്ത് വേണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫാം പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ഒരു അവസരമാണ്. ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം. ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട്. പല വണ്ടികളും അവിടെ നിർത്തി പോകുന്നുണ്ട്. ഫാക്ടറി വിസിറ്റും ഉണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫാക്ടറി വിസിറ്റ് അനുവദനീയമല്ല. സൺഡേ മോർണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള പള്ളിയിലെ കുർബാന നടക്കുന്നുണ്ട്. കുർബാനയുടെ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കാനുണ്ട്. ഒരു മൂന്നാർ പ്രഭാതം, ഞായറാഴ്ച പ്രഭാതം. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ വട്ടവട ലക്ഷ്യമാക്കി. തേയിലത്തോട്ടങ്ങൾ കണ്ട് കണ്ണിന് കുളിർമയേകുന്നു. കുറച്ച് ഈ ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടഫാണ് യാത്ര. നമ്മൾ ഹൈ റേഞ്ച് ഏരിയയോടെ, പ്രത്യേകിച്ച് നമ്മൾ ലോങ് ജേണി വരുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ട്രാവൽ സിക്ക് വരും. എന്നിരുന്നാലും വട്ടവട എത്തിയപ്പോൾ എല്ലാവരും അതൊക്കെ മറന്നു. വട്ടവട ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. വട്ടവട അപേക്ഷിച്ച് എനിക്ക് പറയാനുള്ളത്, വളരെ മനോഹരമായ പച്ചക്കറിയും ഫ്രൂട്ട്സും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഗ്രാമം. ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ ഇവിടുത്തെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വട്ടവടയിലുള്ള ഫോട്ടോ ഒക്കെ നമുക്ക് പ്രത്യേക ലൈറ്റിംഗ് ആണ് അവിടുത്തെ. അതുകൊണ്ട് തന്നെ വട്ടവടേനെ വ്യത്യസ്തമാകുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഒരു ഫ്രൂട്ട്സ് കം വെജിറ്റബിൾ ഗാർഡനാണ്. ഉള്ളി കൃഷിയാണിത് ഈ നിൽക്കുന്നത് മുഴുവൻ. സബോളയല്ല, ഉള്ളി. സബോള വേറെയാണെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി ആണെന്ന് പറഞ്ഞത്. അങ്ങനെ വ്യത്യസ്തമായ ഇത് കണ്ട ഒരു അപ്പൂപ്പന്താടി പോലത്തെ ഒരു ചെടിയാണ്. കാറ്റടിക്കുമ്പോൾ അതുമെന്ന് ഇങ്ങനെ അപ്പൂപ്പന്താടി പോലെ വിത്തുകൾ പറന്നു പോകുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുപരിചയമുള്ള മരങ്ങളല്ല. അതുപോലെ നമുക്ക്
വ്യത്യസ്തമായിട്ടുള്ള പല വിഭവങ്ങളും പൂക്കളും ഒക്കെ ഇവിടെ കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളിവിടെ കാണാൻ വന്നത് നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി വട്ടവടയുടെ ഒരു പ്രത്യേകത, അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത സ്ട്രോബെറി നന്നായി വിളയുമെന്നുള്ളതാണ്. സൺഫ്ലവർ ഉണ്ട്. ഇതാണ് സ്ട്രോബെറി തോട്ടം. നമ്മളിങ്ങനെ ബണ്ടുകളായി തിരിച്ച് അതിന് പോലെ പ്ലാസ്റ്റിക് ഒട്ടിച്ച് ഉണ്ട്. അതിൽ സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൽ തുളച്ച് അതിലാണ് ചെടികൾ വയ്ക്കുന്നത്. ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ തന്നെ സ്ട്രോബെറി ഉണ്ടായി തുടങ്ങും. ശരിക്കും ആ പ്ലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈ ഫ്രൂട്ട് മണ്ണിലധികം ടച്ചാവില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നത് അതിൽ നിലനിൽക്കും മണ്ണിൽ. അതിനാണ് ആ ഒരു കവറിങ് വരുന്നത്. അങ്ങനെ 2-3 ഗുണങ്ങളുണ്ട് ഈ പ്ലാസ്റ്റിക് വിരിക്കണോണ്ട്. അങ്ങനെ സ്ട്രോബെറി തോട്ടം കണ്ടു. ചിലരൊക്കെ അവിടെ നിന്ന് സ്ട്രോബെറി പൊട്ടിച്ചു, ചിലർ പാക്കറ്റുകളായിട്ട് വാങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെയും വട്ടവട കാണാനുള്ളതുകൊണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസമല്ലേ ഉള്ളൂ, ട്രാഫിക് കൂടുതലായിരിക്കുമോ ഇനി, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു. വട്ടവടയിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ നമ്മൾ മൂന്നാർ എത്താറായി. ഇത് വീണ്ടും നമ്മൾ ആ റിപ്പിൾ ടീയുടെ വീണ്ടും വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ ഒന്നുകൂടി നിർത്തി. ആൾക്കാർ പല പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യത്തിനൊക്കെ നിർത്തി. അങ്ങനെ പതുക്കെ ഞങ്ങൾ ചുരമിറങ്ങുകയാണ്. നമ്മുടെ തൃശ്ശൂർ ലക്ഷ്യമാക്കി മൂന്നാറിനോട് വിട പറയുന്നു. 2 ദിവസം വളരെ ഹൃദ്യമായ അനുഭവങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടായ 2 ദിവസമായിരുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ ടൂറ് ഞങ്ങളുടെ സ്റ്റാഫിനെയും സ്റ്റാഫിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ പരിചയപ്പെടാനുള്ളൊരു അവസരമായിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു. സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക്. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.